നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് കൺട്രോൾഡ് കാറാണ് ESP32 ഉപയോഗിച്ചിട്ട്. ഹലോ, എൻ്റെ പേര് അഭിരാം പ്രസാദ്. ഞാൻ ഇവിടെ ജൂനിയർ പ്രോജക്ട് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് കൺട്രോൾഡ് കാറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇന്ന് യൂസ് ചെയ്യുന്നത് ESP32 എന്ന് പറയുന്നൊരു കൺട്രോളാണ്. ESP32 എന്ന കൺട്രോൾ എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതിൽ ഇൻബിൽഡ് ബ്ലൂടൂത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ വൈഫൈ ഇതിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. വൈഫൈ ഇൻബിൽഡായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് IoT പ്രോജക്ട്സിലൊക്കെ വളരെയധികം ESP32 ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ നിന്ന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബ്ലൂടൂത്ത് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറേ പിൻസ് നമുക്ക് കാണാൻ പറ്റും. പിൻസ് നമ്മൾ GPIO പിൻസ് എന്നാണ് പറയുക, ജനറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. അപ്പോൾ ഈ പിൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന ഹാർഡ്വെയർസിനെ കൺട്രോൾ ചെയ്യുന്നത്. ESP32 നമ്മൾ സിഗ്നൽസ് L293D എന്ന് പറയുന്ന മോട്ടോർ ഡ്രൈവറിലോട്ട് കൊടുക്കും. അപ്പോൾ ഈ മോട്ടോർ ഡ്രൈവർ ആയിരിക്കും മോട്ടറിനെ ഫോർവേഡ് റിവേഴ്സ് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 3 കേസാണുള്ളത്. ഒന്ന് കോഡ്, ഒന്ന് കൺട്രോളർ, ഒരു ഡ്രൈവർ, പിന്നെ മോട്ടർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കമ്പോണൻസ് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ESP32 എന്ന് പറഞ്ഞ കൺട്രോൾ നമുക്ക് വേണം. അതിനുശേഷം നമുക്ക് 2 മോട്ടേഴ്സ് വേണം. ഈ മോട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു L293D എന്ന് പറയുന്ന ഒരു ഡ്രൈവർ വേണം. പിന്നെ ഒന്നും കൂടി ഉണ്ടാവും നമ്മുടെ പവർ സോഴ്സ് ആണ് എല്ലാ ESP32നും L293D എന്ന് പറഞ്ഞ ഡ്രൈവറിനൊക്കെ പവർ കൊടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഹാർഡ്വെയർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊന്ന് കോഡ് ഉണ്ട്. പിന്നെ ഈ ബ്ലൂടൂത്ത് നമ്മുടെ ഫോണിലാണ് കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞു നമ്മുടെ കാറിന്. അപ്പോൾ ബ്ലൂടൂത്ത് വഴി ESP32 ഡാറ്റ വരണം. അതിന് നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷനും പിന്നെ നമ്മുടെ കോഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കൺട്രോളിൽ നിന്ന് വരുന്ന 4 ഇൻപുട്ടുകളായിരിക്കും ഈ ഒരു മോട്ടോർ ഡ്രൈവറിലേക്ക് കൊടുക്കുന്നത്. ഈ മോട്ടോർ ഡ്രൈവർ ആയിരിക്കും നമ്മുടെ ഈ 2 മോട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ESP32 പിൻ നമ്പർ 33, 25, 26, 27 ഈ 4 പിന്നുകളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 33ഉം 25ഉം ആയിരിക്കും ഈ ഒരു മോട്ടറിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ 27ഉം 26ഉം ആണ് ഈ മോട്ടറിന് വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ 2 ഇൻപുട്ടുകളെ ഞാൻ ഈ മോട്ടോർ ഡ്രൈവറിലുള്ള 2 B1 B2 എന്ന് പറഞ്ഞ 2 മോട്ടറിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ കണക്ഷൻ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റത്തെ കണക്ഷൻ ഞാൻ കൊടുക്കുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ മോട്ടറിൻ്റെ 26, 27 പിന്നെ അസൈൻ ചെയ്തിട്ടുള്ള ആ 2 പിന്നിലുള്ള കണക്ഷൻസും ഞാൻ കൊടുക്കുന്നു. പിന്നെ നമുക്ക് എനേബിൾ പിൻ എന്ന് പറഞ്ഞ 2 പിന്നുകളിൽ മോട്ടോർ ഡ്രൈവറിലുണ്ടാവും. അത് രണ്ടും ഞാൻ ഷോർട്ട് ചെയ്തതാണ്. ഈ മോട്ടോർ ഡ്രൈവറിൻ്റെ ഈ എൻഡിലുള്ള 2 അറ്റത്തുനിന്നായിരിക്കും ഈ മോട്ടറിൻ്റെ പവർ സപ്ലൈ പോകുന്നത്. ഈ 2 എൻഡിൽ നിന്നായിരിക്കും ഈ മോട്ടറിൻ്റെ പവർ സപ്ലൈ പോകുന്നത്. ഇനി ഈ ഡ്രൈവറിലേക്ക് വരുന്ന പവർ സപ്ലൈ നമ്മൾ ഇത് ഒരു അഡാപ്റ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പവർ സോഴ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ESP32 കൺട്രോളറിലോട്ട് എന്ത് കിട്ടും, ഡാറ്റ കിട്ടും. ആ ഡാറ്റേനെ ESP32 നേരെ L293D എന്ന് പറഞ്ഞ ഈ മോട്ടോർ ഡ്രൈവറിലോട്ട് കൊടുക്കും. ഈ ഡ്രൈവർ അതിനനുസരിച്ച് 2 മോട്ടറുകളെ ഫോർവേഡ് റിവേഴ്സ് ആക്കി കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ വരുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് നമ്മുടെ കാർ വർക്ക് ആവണമെങ്കിൽ നമുക്കൊരു കോഡ് വേണം പറഞ്ഞു. ഈ കോഡ് നമ്മൾ എഴുതുന്നത് എംബഡഡ് C എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് നമ്മൾ ഇഫ് എൽസ് ഈ ഒരു കണ്ടീഷനിലാണ് മെയിനായിട്ട് ഇത് മൊത്തം നടക്കുന്നത്. ഏത് ഡാറ്റയാണോ വരുന്നത് അതിനെ ഈക്വൽ ആണോ നമ്മൾ കൊടുത്ത കോഡിലുള്ളതെന്ന് നോക്കിയതിന് ശേഷം ഫോർവേഡ് ആക്കുന്നു അല്ലെങ്കിൽ റിവേഴ്സ് ആക്കുന്നു. ലെഫ്റ്റോ റൈറ്റോ നമ്മൾ ഏതാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ കോഡിനെ ESP32 അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത ശേഷം നമുക്കൊരു പ്രോപ്പർ ഹാർഡ്വെയർ ആക്കി ഇതിനെ മാറ്റിയിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് Arduino IDE എന്ന് പറയുന്നൊരു എൻവയോൺമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ESP32 എന്ന് പറഞ്ഞ ഈ കൺട്രോളറിലോട്ട് കോഡ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആൻഡ്രോയിഡ് ആപ്പിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ബ്ലൂടൂത്ത് ഇലക്ട്രോണിക്സ് എന്ന ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കാറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർവേഡ്, റിവേഴ്സ്, ലെഫ്റ്റ്, റൈറ്റ് വേണ്ടിയിട്ട് കീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് ഡാറ്റയാണോ നമ്മുടെ കൺട്രോളിലേക്ക് പോകേണ്ടത് അതും കൂടി നമ്മളവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ആപ്പ് വീണ്ടും കൊടുക്കുന്നു. കണക്ഷൻ ചെയ്യാൻ പോവുകയാണ്. IPCS ഇതാണ് എൻ്റെ എന്ത് പറയുന്നത് ബ്ലൂടൂത്തിൻ്റെ പേര്. കണക്ട് ചെയ്യുന്നു. ഇവിടെ കണക്ട് ചെയ്യണമെന്ന് എഴുതി കാണിച്ചു, ഡൺ കൊടുത്തു. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ESP32 നമ്മുടെ ഫോണുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് ഇലക്ട്രോണിക്സ് നമ്മുടെ ആപ്പുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടാബ് എടുക്കുന്നു. നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഫോർവേഡ് പോകുന്നു, റിവേഴ്സ്, ലെഫ്റ്റ്, റൈറ്റ്. ഓക്കെ, ഫോർവേഡ് പോകുന്നു, റിവേഴ്സ് വരുന്നു, ലെഫ്റ്റ്, റൈറ്റ്. ഇപ്പോൾ നമ്മുടെ എല്ലാ കമാൻഡും നമ്മൾ ബ്ലൂടൂത്ത് വഴി കൊടുക്കുന്ന എല്ലാം ഇവിടെ വർക്കാവുന്നുണ്ട്. നമ്മുടെ ഈ റഫായിട്ടുള്ള ബ്ലൂടൂത്ത് കാറിൽ വർക്കാവുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബ്ലൂടൂത്ത് കൺട്രോൾഡ് കാർ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ESP32ൻ്റെ ഒരു യൂസ് കേസാണ് പറഞ്ഞത്. ഇതുപോലെ മറ്റനേകം യൂസേജസ് നമുക്ക് ESP32 ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ഇപ്പോൾ അഗ്രികൾച്ചറിൽ നോക്കുകയാണെങ്കിൽ സോയിൽ മോയ്സ്ചർ സെൻസർ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ഗാർഡനിൽ വെള്ളം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മോട്ടോർ ഓൺ ആക്കാൻ പറയുക, വെള്ളം വന്നു കഴിഞ്ഞാൽ മോട്ടോർ ഓഫ് ആക്കാൻ പറയുക, ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുകയാണെങ്കിൽ ഒരു കാർ വന്നിരിക്കുകയാണെങ്കിൽ ഗേറ്റ് തന്നെ ഓപ്പൺ ആവാൻ പറയുക. അങ്ങനത്തെ കുറേ അനേകം നമുക്ക് പ്രൊജക്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ESP32 ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസിൽ ചെയ്യാൻ പറ്റും, കാണിച്ചു തരുന്നതാണ്. ബൈ.